ഹരിതകർമ്മസേന എന്നിട്ട് വന്നു. ഒരു വാർഡിൽ ഇറങ്ങി വന്നു. എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ, ഇത് നനഞ്ഞ 4 മാസമായ വേസ്റ്റ് ആണ്. പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞ് പുഴു വന്നു. നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും. അപ്പൊ ഇവര് പറയുന്നത് ന്യായം പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരാനുണ്ട്, അതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടെന്ന്. എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്നു. ഹരിതകർമ്മസേന എന്നിട്ട് വന്നു. ഒരു വാർഡിൽ ഇറങ്ങി വന്നു. എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ, ഇത് നനഞ്ഞ 4 മാസമായ വേസ്റ്റ് ആണ്. പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞ് പുഴു വന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഞങ്ങൾ പുഴു വന്ന വേസ്റ്റ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി കുഴപ്പമില്ല ചേച്ചി, ഞാനത് വൃത്തിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിരുന്ന് വൃത്തിയാക്കി. ഞാൻ ഈ പറയുന്നതിലൊക്കെ സാക്ഷിയുണ്ട്. എന്റെ വീട്ടില് ജോലി ചെയ്തിരുന്ന ചേച്ചി, അമ്മ, ഞങ്ങളെല്ലാരും കൂടി പറമ്പിൽ ഇരുന്നിട്ടാണ് അതൊക്കെ വൃത്തിയാക്കിയത്. ബിക്കോസ് ഈ ചാക്ക് കുടഞ്ഞ് മുറ്റത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചു. നെക്സ്റ്റ് ഇവര് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നില്ല, കാലും കൈയൊക്കെ പിടിച്ചിട്ടാണ് അപ്പൊ ഇവര് വന്നത്. അപ്പൊ ഈ 4 മാസത്തെ വേസ്റ്റ് പ്ലസ് പ്രസന്റ് വേസ്റ്റ് കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടില്, എന്റെ അനിയത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവര് വന്നിട്ട് ആ ചാക്ക് കണ്ടിട്ട്, ഇത് പഴയ വേസ്റ്റ് തന്നെയാ, അവള് ക്ലീൻ ആക്കിയിട്ടാന്ന് പറഞ്ഞിട്ട് അവർ പോവാ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട്, ഏട്ടന്റെ അമ്മ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോ ഊട്ടിയിലാണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരും ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടുള്ള. ആ വണ്ടിയിൽ അപ്പൊ ഒരു ചേച്ചി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ കൊട്ട അത് അങ്ങോട്ട് കൊടുത്താൽ മതി, അവര് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇട്ടുകൊള്ളും. ഇവിടെ കഴുകിയൊന്നും കൊടുക്കണ്ട കേട്ടോ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇവിടെ ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കാശും കൊടുക്കണ്ട. ഗവൺമെന്റിന് തന്നെ അറിയാം അവര് വിൽക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് നമ്മളെക്കാട്ടിലും കൂടുതൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. ഗോവയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതും 2 ഡസ്റ്റ്ബിൻ ഫ്ലാറ്റിന്റെ പുറത്തങ്ങോട്ട് വെച്ചാൽ മതി. രാവിലെ എല്ലാ ദിവസവും ക്ലിയർ ചെയ്യും. ഇനി നമ്മുടെ കുഞ്ഞു കേരളത്തിലെ കാര്യം പറയാം. നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും. അപ്പൊ ഇവര് പറയുന്നത് ന്യായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരാനുണ്ട്, അതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടെന്ന്. എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്നറിയോ? അത് മൊത്തം ഇരിങ്ങാലക്കുടയിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചാൽ മതി. കുറേ ചാക്കെട്ടുകൾ അവിടെ ഇടുക്കായിട്ടിരിക്കുന്നത്. ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ള വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് അറിയുമെന്ന് ചോദിച്ചു. അറിയെങ്കിൽ എനിക്കൊന്ന് ലൊക്കേഷൻ പറഞ്ഞു തരാൻ പറഞ്ഞു. പാർട്ടിയിലുള്ള ആൾക്കാരോട് വരെ ഞാൻ ചോദിച്ചിട്ടാ. കുറെ പാർട്ടിക്കാരും എന്റെ ഫ്രണ്ട്സ് ആണ്. നമ്മൾ പാർട്ടി നോക്കിയിട്ടല്ലോ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത്. ആർക്കും അറിഞ്ഞൂടാട്ടോ ഇതിനെ കുറിച്ച്. അത് ഞാൻ 1 ആഴ്ച 2 ആഴ്ച ഒക്കെ വെയിറ്റ് ചെയ്തു. ഇതിന്റെ ഇടയിൽ ഇവരുടെ എല്ലാ ഫ്രണ്ട്സിന്റെയും കൂട്ടത്തിൽ ഞാൻ എന്റെ ചേച്ചിക്ക് മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ. എന്റെ ചേച്ചി ഗവൺമെന്റ് സർവീസിലാണ്, ഡോക്ടറാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇതിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ, ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ നമ്പർ തരാമെന്ന്. അങ്ങനെ ചേച്ചി ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിൽ ഇരുന്ന ഒരാളുടെ നമ്പർ തന്നു. ആളുടെ പേര് ഞാൻ പറയത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹരിതകർമ്മസേനയിലത്തെ കളക്ഷൻ ഏജൻസ് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സിമ്പിൾ ആൾക്കാരല്ല. എനിക്കങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു നമ്മളെ പോലെ സാധാരണക്കാരാണ്. അവരെ ഒരിക്കലും സാധാരണക്കാരെന്ന് പറയില്ല. എന്താന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മുനിസിപ്പാലിറ്റിനെ വരെ കയ്യിലെടുക്കാവുന്ന പവർ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ സാറിന് ഒരു കുഴപ്പം ഉണ്ടാവാനെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല. ബിക്കോസ് അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ആള് ഭയങ്കര കാമായിട്ട് ഞാൻ പറയുന്നതൊക്കെ കേട്ടു. എന്നിട്ട് ആളെന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റ് വേണമെന്നാണ് ഗവൺമെന്റിന്റെ റൂള്. അപ്പൊ നമ്മുടെ നാട്ടിൽ ആ സംഭവം ഇല്ല. ഇനിയിപ്പോ റിസൈക്ലിംഗ് പ്ലാന്റിന്റെ കാര്യമാണെങ്കിൽ കുറെ ഇൻഡിവിജ്വൽസ് ഇത് പ്ലാന്റ് തുടങ്ങണം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. പിന്നെ അത് നിന്ന് പോവാ ചെയ്തതെന്ന് പറഞ്ഞു. കുറെ സഹായങ്ങൾ ഗവൺമെന്റിന്റെ നമ്മൾക്ക് കിട്ടണം, കുറെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ. അതൊന്നും ഇൻഡിവിജ്വൽസിന് കിട്ടില്ല. അപ്പൊ ഒഫീഷ്യലായിട്ട് ഇവർ ഗവൺമെന്റ് നേരിട്ട് തുടങ്ങാനൊക്കെ തീരുമാനിച്ചു. തീരുമാനം മാത്രമേ ഉണ്ടായുള്ളൂ, പക്ഷെ അതൊന്നും എക്സിസ്റ്റൻസിൽ വന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൈക്ലിംഗ് പ്ലാന്റും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറെ നാൾ മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റ് വിട്ട ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പിന്നെ ഈ വേസ്റ്റ് ഒക്കെ എവിടെ പോകണമെന്ന്. അപ്പൊ പറഞ്ഞ കാര്യമാണ്, പ്ലാസ്റ്റിക് കുപ്പികള് പിന്നെ കുറെ വലിയ പ്ലാസ്റ്റിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ തമിഴ്നാട്ടിലേക്ക് വിൽക്കാണ് ഗവൺമെന്റ് ചെയ്യണേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ശരി ഇറ്റോട്ടെ, അതിന് അവർക്ക് കാശ് കിട്ടിക്കോട്ടെ, നമ്മളങ്ങോട്ട് ഫ്രീ ആക്കി കൊടുത്തു. ബാക്കി ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താ ചെയ്യണേന്ന്? ചെറിയ കുഞ്ഞു റാപ്പേഴ്സ് ഒന്നും അവരെടുക്കില്ല. അതൊക്കെ എന്താ ചെയ്യണേന്ന്? അവരൊക്കെ ഗവൺമെന്റ് ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, അവർക്ക് അത് വിൽക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ച കാര്യമാണ്, സർ ഇൻഡിവിജ്വൽസ് ആയ ഞങ്ങള് ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകാത്ത പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ മാത്രമാണോ അതൊരു ക്രൈം ആയിട്ട് വരുന്നത്? ഈ ഓഥറൈസ്ഡ് ഏജൻസി കത്തിക്കുമ്പോൾ എന്താ എൻവയോൺമെന്റിന് പൊല്യൂഷൻ ഒന്നും വരുന്നില്ലേന്ന്. അപ്പൊ ചെറിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഉള്ളവന് എന്തും പറയാം. ഒരു 5-8 ആൾക്കാർ എനിക്കെതിരെ നിൽക്കണ്, എന്നിട്ട് അവർക്ക് ഇങ്ങനെ ക്രക്രാന്ന് ഇങ്ങനെ സംസാരിക്കാം. ഞാൻ എങ്ങാനും അവർക്ക് ഒബ്ജക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ സമയം വരുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോലീസുകാർ അവിടെ ബ്ലോക്ക് ചെയ്യും. ആദ്യത്തെ പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് ക്ഷമ ഭയങ്കര കുറവാണ്. അതിപ്പോ ആരാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും.
അപ്പോ 2-3 പ്രാവശ്യം ഞാനിത് സഹിച്ചു. 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ വോയിസ് റേസ് ആക്കി പറഞ്ഞു. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു എനിക്ക് ചെവി കേൾക്കാം, നീ പതുക്കെ പറ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും പേര് ഇവിടെ നിന്ന് അലച്ചിട്ട് സാറിന് പറയാൻ പറ്റില്ല, ഞാൻ പറയുമ്പോ മാത്രമാണോ സാറിന് ഇത് പ്രശ്നം, ഇവിടെ എവിടെയാണ്? ഓക്കെ, അപ്പൊ കേട്ടല്ല, വേസ്റ്റ് എടുക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഡിമാൻഡുകൾ നമ്മൾ സഹിക്കണമെന്നുള്ള ഒരു കാര്യവും, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ ഇവർക്ക് എതിരെയൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഹരിതകർമ്മസേന പോലത്തെ ആൾക്കാർക്കൊക്കെ എതിരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവര് പറഞ്ഞത്. ഇപ്പൊ ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ്. ഇപ്പൊ ഈ ഹരിതകർമ്മസേനക്കൊക്കെ ഈ വേസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ വഴിയില്ല, അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിനകത്ത് വരുമ്പോഴാണ് നമ്മളൊക്കെ കൊടുക്കുന്നത്. അറിയാം, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നമ്മുടെ ഒരു വേസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്, എന്നിട്ട് മര്യാദയ്ക്ക് അവർ സർവീസ് ചെയ്യത്തുമില്ല. എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ഇവരുടെ ഈ ഒരു കേസിനകത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ കുറെ നാളായിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കാണ്ട് വന്നപ്പോഴത്തേക്കും ഇവരത് അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇപ്പൊ വേസ്റ്റ് എടുക്കുന്ന ആൾക്ക് വയ്യാന്നുള്ള റീസൺ കൊണ്ട് വേസ്റ്റ് എടുക്കാനുള്ള, അതിപ്പോ എന്ത് ഏർപ്പാടാണ്? ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരാൾക്ക് വയ്യെങ്കിൽ അപ്പൊ തന്നെ അടുത്ത ആളെ വെച്ചിട്ട് ആ വേസ്റ്റ് എടുക്കല്ലേ വേണ്ട, നിങ്ങൾ കാശ് മേടിക്കുന്നല്ലേ, കാശ് മേടിക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് പണി എടുക്കണ്ടേ, അത് പണി എടുക്കത്തുമില്ല. എന്നിട്ട് ലാസ്റ്റ് ആ വേസ്റ്റ് കഴുകി കൊടുത്താലേ ഞങ്ങൾ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിമാൻഡ്. ലാസ്റ്റ് ഇവര് കഴുകി കൊടുത്തപ്പോൾ അതും എടുക്കാനുള്ള. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് എന്താണ് ഇതിന്റെയൊക്കെ പുറയിലുള്ളതെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ സാധനം കൊണ്ടിട്ട് കത്തിക്കണേന്ന് വേസ്റ്റ്. അപ്പൊ നമ്മളൊന്നും കത്തിക്കാൻ പാടില്ല, നമ്മളൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രീതിക്കുള്ള വിഷയങ്ങൾ, പൊല്യൂഷൻ, അത് ഇത്, എന്നാൽ ഗവൺമെന്റിന് അത് കത്തിക്കാം, അപ്പൊ വിഷയമില്ല എന്നുള്ള രീതിക്കാണ് ഇതിന്റെയൊക്കെ ഒരു കിടപ്പ് വശം. അപ്പൊ എന്താണെന്ന് കണ്ടിട്ട് എനിക്കിത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്, നമുക്ക് അതിനെതിരെ ഇപ്പൊ എന്തൊക്കെ പറയണതിന് ഒരു പരിധിയുണ്ട്. കുറച്ച് ആൾ ഇതൊക്കെ പറയും, കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഇതൊക്കെ പഴയതുപോലെ തന്നെ നടക്കും. അതൊക്കെ അത്ര ഉള്ളൂ എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മളൊക്കെ ഇവിടെ കണ്ട് എന്തൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ കണ്ടിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ, പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്